ചുരുങ്ങിയ കാലയളവിൽ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഓറിക്സ് ബിൽഡേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി നടി ഭാവന ചുമതലയേറ്റു. ഓറിക്സ് ബിൽഡേഴ്സിന്റെ തൃശൂരിലുള്ള ഓഫീസിലെത്തി ഭാവന കരാറിൽ ഒപ്പുവെച്ചു. ഓറിക്സ് ബിൽഡേഴ്സ് ചെയർമാൻ അജിത് പൂലോത്ത്, മാനേജിംഗ് ഡയറക്ടർ ബാലചന്ദ്രൻ, ഡയറക്ടർ അജിത് കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുഭവനപുരിയിൽ കണ്ണന് മുൻപിൽ കണ്ണനായി വേഷം കെട്ടി കലാമണ്ഡലം സംഗീത അരങ്ങിലെത്തി. കലാമണ്ഡലം നൃത്തവിഭാഗം മേധാവിയും പ്രശസ്ത മോഹിനിയാട്ട കലാകാരിയുമായ കലാമണ്ഡലം സംഗീത പ്രസാദാണ് ആദ്യമായി ഗുരുവായൂരപ്പനു മുന്നിൽ കഥകളി അവതരിപ്പിച്ചത്. കലാമണ്ഡലം മുൻ പ്രിൻസിപ്പളും കഥകളി ആചാര്യനുമായ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ കലാമണ്ഡലം സംഗീത പ്രസാദിന് അരങ്ങേറ്റത്തിനു മുൻപ് കൃഷ്ണമുടി സമർപ്പിച്ചു. മകൻ ദേവനാരായണനും കലാമണ്ഡലം സംഗീത പ്രസാദിനൊപ്പം അരങ്ങിലെത്തിയിരുന്നു. നൃത്തവിഭാഗത്തിൽ നിന്നും ആദ്യമായാണ് പുരുഷവേഷം കെട്ടി ഒരു നർത്തകി കഥകളി അവതരിപ്പിക്കുന്നത്. യുവതലമുറയിലെ ശ്രദ്ധേയമായ മോഹിനിയാട്ട നർത്തകിയായ കലാമണ്ഡലം സംഗീത പ്രസാദ് കേരള കലാമണ്ഡലത്തിൽ നിന്നും മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി എന്നിവയിൽ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും കരസ്ഥമാക്കിയിട്ടുണ്ട്. കലാമണ്ഡലം ലീലാമ്മ, കലാമണ്ഡലം ഹൈമാവതി തുടങ്ങിയ കലാമണ്ഡലത്തിലെ പ്രഗത്ഭരായ ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിൽ അഭ്യസനം നടത്താനും മികച്ച പ്രയോക്താവാകാനും സംഗീത പ്രസാദിന് സാധിച്ചു. കേരള കലാമണ്ഡലത്തിൽ താൽക്കാലിക അധ്യാപികയായി സേവനമനുഷ്ഠിച്ച സംഗീത പ്രസാദ് 2002 സ്ഥിരം അധ്യാപികയായി നിലവിൽ കലാമണ്ഡലം നൃത്തവിഭാഗത്തിൻ്റെ വകുപ്പ് മേധാവിയാണ്. നൃത്തവിഭാഗത്തിൽ നിന്നും ആദ്യമായി കഥകളി രംഗത്ത് വരുന്ന കലാകാരി കൂടിയാണ് കലാമണ്ഡലം സംഗീത പ്രസാദ്. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.